हालेलुया 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 हालेलुया। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम को धन्यवाद देता हूँ। നമ്മൾ ഇവിടെ എന്തിനാ വന്നത്? हम यहाँ पर किस लिए आए हैं? ആരെ കാണാനാ വന്നത്? हम यहाँ पर किसे देखने आए हैं? പാസ്റ്റർ കാണുവാനാണോ? क्या हम पास्टर को देखने आए हैं? അല്ലെങ്കിൽ ആരെല്ലാം ഒന്ന് നോക്കാനാണോ? क्या यहाँ पे कौन कौन उपस्थित है वो देखने आए हैं? നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലോട്ട് വന്നപ്പോൾ മുതൽ हम परमेश्वर के भवन में आने से पहले നമ്മൾ ദൈവസന്നിധി വന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. हम परमेश्वर की उपस्थिति में आए हैं, ये हमें जानना है। ഞാനിവിടെ നോക്കുമ്പോൾ और हम ऐसा देखेंगे പാസ്റ്റർ വരട്ടെ മുമ്പ് വരെ कि पास्टर के आने से पहले കൊച്ചു കുഞ്ഞുങ്ങളെക്കാട്ടും വലിയൊരു പോലെ ഒരു ബജാറിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. कि हम देख रहे हैं कि छोटे बच्चों से लेकर बड़े तक जैसे बाजार में बातचीत करते हैं ऐसे बातचीत करते हैं। നമ്മൾ വന്നത് ഒരു ബജാറിൽ സാമാനം വാങ്ങിക്കാനല്ല. हम यहाँ पर आए इसलिए नहीं कि किसी बाजार में सामान लेने आए, ऐसे नहीं। ജീവനുള്ള ദൈവത്തിനെ ആരാധിക്കാൻ വന്നതാണ്. हम जीवित परमेश्वर की आराधना करने के लिए यहाँ पर आए। പാട്ട് പാടുമ്പോഴും और जब हम गीत गाते हैं ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴും और जब हम प्रार्थना करते हैं അവരോടൊപ്പം യോജിക്കാൻ കഴിയാണ്ട് उनके साथ नहीं मिल सकते हुए അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो आपस में बातचीत करते रहते हैं। ഇതിന്റെ ഉദ്ദേശം എന്താണ്? इसका उद्देश्य क्या है? നിങ്ങൾക്ക് സംസാരിക്കണേ പുറത്തു പോകുമ്പോൾ സംസാരിക്കാം, कि हम जो घर जाके बातचीत कर सकते हैं അല്ലെങ്കിൽ ബാക്കിയുള്ള സംസാരിക്കാം. और बाकी की बातें हम बाद में बात कर सकते हैं। നിങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ സമയമല്ല. कि हमारे जो फालतू बातचीत का समय जो ये नहीं है। നമ്മൾ വന്നത് ദൈവത്തിനെ ആരാധിക്കാനാണ്. हम जो आए हैं वो केवल परमेश्वर की आराधना करने के लिए आए हैं। ആരാധിച്ചാൽ ദൈവത്തിനൊന്നും ലഭിക്കത്തില്ല. और हम आराधना करने से परमेश्वर को कुछ नहीं मिलेगा। നീ ആരാധിച്ചാൽ നിനക്ക് വിടുതൽ. लेकिन यदि तू आराधना करेगा तो छुटकारा तेरे जीवन में होगा। നമ്മളെ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. और हमें देखकर जो है बच्चे लोग सीखने चाहिए। കുഞ്ഞ് ചെറുപ്പം മുതൽ അവർ ദൈവഭക്തിയിൽ വളർത്തണമെങ്കിൽ और यदि जो छोटा बच्चा है उसे बचपन से परमेश्वर में अगर आगे बढ़ाना है ദൈവസന്നിധി വരുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കുന്ന അതിനെ അവർ നോക്കും. तो परमेश्वर के चरणों में हम किस प्रकार से आते हैं वो छोटे बच्चे देखते हैं। നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സംസാരിച്ചാൽ അവർ നാല് സംസാരിക്കും. यदि हम दो बात कहेंगे तो बच्चे चार बात करेंगे। നമ്മളെ പ്രവർത്തനം കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. हमारे कामों को देखकर छोटे बच्चे सीखते हैं। സ്കൂളിനെക്കാട്ടും കൂടുതൽ സമയം പഠിക്കുന്നത് പേരൻസ് കണ്ടിട്ടാണ്. स्कूल से ज्यादा जो बच्चे लोग हैं वो अपने माँ बाप को देखकर सीखते हैं। അപ്പൊ നമ്മുടെ പ്രവൃത്തി കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. इसलिए हमारे जो है सारे कामों को देखकर जो बच्चे लोग हैं बढ़ते हैं। നമ്മൾ ദൈവസന്നിധിയിൽ എത്ര ഭയത്തോടെ ഇരിക്കുന്നോ और हम परमेश्वर के चरणों में कितने डर के साथ बैठते हैं കുഞ്ഞു അത്രത്തോളം നന്നായി വളരും. उतने ही डर के साथ बच्चे भी आगे बढ़ेंगे। ഞാൻ പലരെയും കാണും, मैं कई बार लोगों को देखता हूँ കനീസം പ്രൈസ് ലോർഡ് പറഞ്ഞതുള്ള ജ്ഞാനം പോലും അവർക്ക് ഉണ്ടാവില്ല. कि उनके अंदर परमेश्वर के धन्यवाद स्तुति करना भी नहीं होता है। നീ കാണുമ്പോൾ ഒരു ദൈവഭക്തിനെ കാണുമ്പോൾ പ്രൈസ് ലോർഡ് പറഞ്ഞ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നീ ജീവനോടെ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. कि जब तू एक परमेश्वर के जन को देखकर परमेश्वर की स्तुति करता है, प्रेज द लॉर्ड कहता है, तो तू जीवित परमेश्वर को देखता है। ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ 4 വയസ്സ് വരെയുള്ള കുട്ടികളൊന്നും പിന്നെ അവിടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഏഞ്ച് പോകാൻ പാടില്ല. 4 years onwards, if anybody come to church, they should not go anywhere. After the church time. यदि प्रभु के दास की कलीसिया में एक 4 साल का बच्चा भी आ जाता है तो आराधना के समय वो वहां से उठ के कहीं नहीं जा सकते। കാരണം ഇത് ദൈവസന്നിധിയിലുള്ള ഒരു ബോധം അവർക്ക് വർത്തണം. क्योंकि ये जो है परमेश्वर की उपस्थिति का जो है वो उनको समझाना है। പലരും വചനം കേൾക്കത്തില്ല. कई लोग वचन को सुनते नहीं है വചനം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വരും. और वचन होने के बाद प्रार्थना करने के लिए आते हैं। വിടുതൽ കൊടുക്കുന്ന ദൈവമാണ്. जो छुटकारा देने वाला परमेश्वर है, പാസ്റ്റർ അല്ല. पास्टर नहीं है। അപ്പൊ വചനത്തിന് അനുസരിച്ചാലേ വിടുതൽ. इसलिए वचन को अगर हम आज्ञा पालन करेंगे तो छुटकारा है। ഞാൻ പലതൊന്നും വിചാരിക്കരുത്. और ऐसा कोई सोच विचार मन में न लाइए। നമ്മൾ ജീവനുള്ള ദൈവത്തിനെ ആരാധിക്കാൻ വന്നിരുന്നോ हम जीवित परमेश्वर की आराधना करने के लिए आए हैं। നമ്മുടെ പ്രവർത്തനം എങ്ങനെയുണ്ടാവുന്ന കർത്താവ് കാണണം. परमेश्वर हमारे सारे चाल चलन को देखता है। നമ്മുടെ പ്രവൃത്തിയെ കണ്ട് നമ്മൾ അനുഗ്രഹിക്കണം. हमारे चाल चलन को देखकर परमेश्वर हमें आशीर्वाद दे रहा है। നമ്മൾ ശാപത്തിനല്ല ദൈവത്തിൽ വരുന്നത്. हम शाप होने के लिए नहीं परमेश्वर के चरणों में आए हैं, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാൻ, लेकिन परमेश्वर से अनुग्रह को प्राप्त करने के ദൈവത്തിൽ लिए, വിടുതൽ
छुटकारा पाने के लिए, ദൈവത്തിന് നമ്മുടെ സൗഖ്യമാകുവാൻ, परमेश्वर से हम एक चंगाई प्राप्त करने के लिए आते हैं വിടുതൽ പ്രാപിപ്പാൻ, और हम छुटकारा देने के लिए बंधन। ഇതെല്ലാം വേണമെങ്കിൽ ये सब अगर आपको चाहिए तो ദൈവസന്നിധിയിൽ നമ്മൾ നന്നായി നിൽക്കണം. हम परमेश्वर के चरणों में अच्छे से रहे जीवन അപ്പോൾ बिताएं। മാത്രമേ നമുക്കൊരു വിടുതൽ കിട്ടത്തുള്ളൂ. तभी हमारे जीवन में छुटकारा प्राप्त होगा। പ്രശ്നം വരത്തില്ല എന്ന് ബൈബിളിലില്ല. बाइबल में इस प्रकार नहीं लिखा कि परेशानी आपके जीवन में नहीं आएगी। ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, इस संसार में आपको कष्ट होगा, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. लेकिन मैंने संसार के ऊपर जय प्राप्त किया है। ഇന്ന് ജയിച്ചവന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നത്. और जिसने जय प्राप्त किया उस परमेश्वर के साथ हम रहते हैं। നമ്മുടെ കൂടെ യേശു നമ്മുടെ കൂടെ ഉണ്ട്. प्रभु यीशु मसीह हमारे साथ है। യേശു ഇവിടെ ഇല്ലാന്നെങ്കിൽ നമ്മൾ വരേണ്ട ആവശ്യമില്ലായിരുന്നു. अगर प्रभु यीशु मसीह हमारे साथ ना होता तो हमें कोई जरूरत नहीं होती कि हम यहाँ पर आए। വചനം പറഞ്ഞു രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ അവിടെ കൂടി അവിടെ ഉണ്ടെന്നാണ്. वचन इस प्रकार से कहता है कि जहाँ मेरे नाम से 2 या 3 जन इकट्ठे होते हैं वहाँ मैं उपस्थित हूँ। ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ മധ്യ ഉണ്ട്. आज सुबह के समय प्रभु यीशु हमारे साथ है। നമ്മൾ ഭയത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കണം. बड़े डर और भय के साथ हम प्रभु की उपस्थिति में बैठे। പോൾ യാഗിച്ചൊരു ദേവദാസ് ഉണ്ടായിരുന്നു. पॉल योगिचो करके एक प्रभु के दास थे ഒരു വലിയ സഭയാണ് അദ്ദേഹത്തിന്റെ. और एक बड़ी सभा थी उनकी। അദ്ദേഹം രാവിലെ ദേവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ वो रोज सुबह उठकर जब परमेश्वर से प्रार्थना करते थे, ആ ദേശത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു. उस समय उस देश के जो प्रेसिडेंट है उन्होंने उनसे फोन कॉल किया അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഫോൺ എടുത്തു. और उनके असिस्टेंट ने फोन उठाया എനിക്ക് ദേവദാസിനെ ഒന്ന് വേണമെന്ന് പറഞ്ഞു. कि मुझे परमेश्वर के दास से मैं मिलना चाहता हूँ। അദ്ദേഹം പറഞ്ഞു ഇപ്പോ പറ്റത്തില്ല, അദ്ദേഹം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. तो उनके असिस्टेंट ने इस प्रकार से कहा कि अभी नहीं, अभी उनका प्रार्थना का समय है। ഉടനെ ആ പ്രസിഡന്റ് പറഞ്ഞു, तुरंत प्रेसिडेंट इस प्रकार से कहा ഈ ദേശത്തിന്റെ പ്രസിഡന്റാ വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞു. कि जाके प्रभु के दास से कहो इस देश का जो है जो राष्ट्रपति है उसने बुलाया है। ഈ ദേവദാസിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു, इस जो प्रभु के दास के असिस्टेंट ने इस प्रकार से कहा അദ്ദേഹം സർവ്വലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ പ്രസിഡന്റോടാ സംസാരിക്കുന്നത്. कि जो प्रभु का दास जो है इस संसार का जो सृष्टिकर्ता हुए जो सृष्टिकर्ता है उस प्रेसिडेंट से वो बात करता है। मन में वो നമ്മുടെ ദൈവം ആരാണുള്ളത്? हमारा परमेश्वर कौन है? സകല ആകാശത്തെയും ഭൂമിയും സകല സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ്. आकाश और पृथ्वी का सृष्टि किया हुआ सृष्टिकर्ता परमेश्वर है। ഒരു കളക്ടർ വന്നാൽ നമ്മൾ പേടിക്കും, एक कलेक्टर आएगा तो हम डर सकते हैं, ഒരു പോലീസ് ഓഫീസർ നമ്മൾ പേടിക്കും. एक पुलिस ऑफिसर आ जाए तो हम डर सकते हैं, പക്ഷേ ജീവനുള്ള ദൈവം നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പേടിയില്ല. लेकिन जब जीवित परमेश्वर हमारे साथ है तो हमें डरने की कोई जरूरत नहीं। എന്തതിന്റെ കാരണം അറിയോ? उसका क्या कारण है क्या आपको पता है? ദൈവം നമ്മൾ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. क्योंकि परमेश्वर हमसे उसी प्रकार प्रेम करता है। ഒരു റൗഡിയെ കണ്ടാൽ നമ്മൾ പേടിക്കും. एक रौड़ी को देखकर हम डर जाते हैं, കാരണം എന്താ? उसका कारण क्या है? അവൻ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു പേടി ഉണ്ടാവും. कि वो हमको क्या है पीड़ा देगा। പക്ഷേ നമ്മുടെ ദൈവം സ്നേഹമുള്ളവനായോണ്ട് लेकिन हमारा परमेश्वर जो प्रेमी परमेश्वर है എന്ത് ചെയ്താലും കുഴപ്പമില്ല. वो कुछ नहीं कर सकता, इसलिए यू विल। നമ്മുടെ ദൈവം ഒന്നും ചെയ്യത്തില്ല. हमारा परमेश्वर कुछ नहीं करता। നമ്മുടെ ദൈവം നമ്മുടെ പോക്കറ്റിലാണ് ഫീലിംഗ്. वो तो उनको ऐसा लगता है कि हमारा परमेश्वर हमारे जेब में है। അങ്ങനല്ല. ऐसा नहीं है। നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ हम परमेश्वर के जो बच्चे हैं നമ്മളെ കാണുന്നവരെ ദൈവത്തിനെ കാണാൻ കഴിയണം. हमें देखने वाले परमेश्वर को हमने जानना चाहिए। ഇന്ന് പകൽക്കാലം आज सुबह के समय നിങ്ങളുടെ മധ്യ ഉണ്ടാകാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. आप लोग के साथ में रहेंगे करके मैंने ऐसा कभी सोचा नहीं था। ഞങ്ങൾ പ്ലാൻ ചെയ്തത് എബിഎം കൊണ്ട് അങ്ങോട്ട് വിശാഖപട്ടണം പോകണമെന്ന് വിചാരിച്ചു. और प्रभु के दास का प्लानिंग था कि पास्टर अब्राहम को लेकर विशाखापट्टनम की ओर जाएंगे, പക്ഷേ എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. लेकिन प्रभु के दास ने उन्हें यहाँ पर लेके आए। ദൈവത്തിന് എന്തൊരു ഉദ്ദേശം കാണും. और इसमें कुछ परमेश्वर का उद्देश्य है, हम देख सकते हैं। നമ്മുടെ ഉദ്ദേശമല്ല ദൈവത്തിന്റെ ഉദ്ദേശം. हमारा उद्देश्य जो नहीं है वो परमेश्वर का उद्देश्य। എന്റെ ബൈബിൾ പോലും ഞാൻ കൊണ്ടുവന്നില്ല ആക്ച്വലി. और प्रभु के दास ने अपना जो बाइबल भी नहीं लाया है। ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു ചെറിയ ബൈബിൾ മതി എന്ന് വെച്ച് ഞാൻ ഒരു ചെറിയ ബൈബിളായിട്ട് വന്ന അവിടെ. हॉस्पिटल में जाना था इसलिए एक छोटे बाइबल को वो लाए थे साथ में। കാരണം ഉദ്ദേശിച്ചില്ല ഞാൻ ഇവിടെ വരുന്നുള്ളത്. लेकिन एक उद्देश्य के साथ यहाँ पे है ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. और ऐसा कोई उद्देश्य नहीं था। ഞാൻ രാത്രി വരെ ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങൾ വിശാഖപട്ടണം പോകുന്ന. हमने परसों रात को ऐसा सोचा था कि हम विशाखापट्टनम की ओर जाएंगे। പക്ഷേ ഫ്രൈഡേ അറൗണ്ട് 11 o'clock we plan to come Pune.
लेकिन गुरुवार को 11 बजे उन्होंने प्लानिंग किया कि हम पूना की तरफ जाएंगे। എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടാ. और प्रभु के दास को ये पता नहीं कि ऐसा क्यों हुआ, ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ല. कि परमेश्वर का कुछ उद्देश्य होगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന്. कई बार हम इस प्रकार से सोचते हैं कि हमारे प्रार्थना का जो उत्तर है हमें मिला नहीं है। എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വിഷമം തോന്നും. और कई बार हम ऐसे सोचते हैं कि क्यों मेरी प्रार्थनाओं का उत्तर नहीं मिला। कुछ दिनों के बाद ऐसे हम चिंता में आ जाते हैं എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലാമോ എന്ന് കൂടി ചിന്തിച്ചു പോകും. कि क्या मेरी प्रार्थना सुनी नहीं गई है, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പലവിധമായ അഭിപ്രായം അവരുടെ ഉള്ളിൽ വരും. और दूसरे लोग हमारे बारे में कई प्रकार से अलग अलग कुछ सोचते होंगे എന്തുകൊണ്ടാണ് ഇവന്റെ ജീവിതത്തിൽ ഇവനൊരു വിടുതൽ ഇല്ലാത്തത്? कि क्यों इसके जीवन में छुटकारा नहीं है। ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ और अगर हम पवित्र शास्त्र में देखते हैं तो ഭക്തിയോടെ ജീവിച്ച യോസേഫിനെ കാണാം. हम देखते हैं कि यूसुफ जिसने बहुत ही भक्ति के साथ जीवन बिताया, പാപത്തിന് അവകാശം കിട്ടിയിട്ട് കൂടി പാപം ചെയ്തിട്ടില്ല യോസേഫ്. और पाप का अवसर मिलने के बावजूद भी उसने पाप नहीं किया। ആ പാപം അവൻ ചെയ്തുവെങ്കിൽ അവന് ഈ ലോകത്തിലെ ഈ ആരും തന്നെ ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ചാൻസ് ആണത്. अगर वो पाप चाहिए तो कर सकता था, यहाँ पे उसको अवसर था कि कोई भी ना देखते हुए बड़े सावधानी से वो कर सकता था। ആ പോത്തിഫറിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട അവന് ജയിലിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പോത്തിഫർ पत्नी का बात सुनने से जेल जाने की जरूरत नहीं। पोतीफर की अगर पत्नी की वो बात सुन लेता तो उसे जेल जाने की आवश्यकता नहीं थी, പക്ഷെ അവളുടെ വാക്ക് കേൾക്കാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ജയിലിൽ പോകേണ്ട വന്നു. लेकिन उसने उसकी बात नहीं सुनी, इसलिए उसके जीवन में ऐसा अवसर आया कि वो जेल में चला गया। ആ ജയിലിലും അവൻ കിടന്നിട്ടും കൂടി അവൻ ദൈവത്തിനെ വിട്ടില്ല. और जेल में बंदीगृह में जाने के बाद भी उसने परमेश्वर को नहीं छोड़ा ദൈവത്തിനെ കുറ്റം പറഞ്ഞില്ല. और परमेश्वर से उसने कुछ विरोध नहीं किया। കൂടെയുള്ള ആ ഒരു അവന്റെ കൂടെയുള്ള ജയിലിലുള്ളവന് സഹായം ചെയ്തിട്ടും അവനും കൂടി മറന്നുപോയി. और उसने बंदीगृह में जिसकी सहायता की वो लोग भी उसे भूल गए। പക്ഷെ ആരും മറന്നില്ല? लेकिन कौन नहीं भूला? ദൈവം മറന്നില്ല. परमेश्वर यूसुफ को नहीं भूला। സമയമായപ്പോ और जैसे जैसे समय बीतता गया, യോസേഫിനെ അവിടുന്ന് പുറത്തേക്ക് എടുത്തിട്ട് यूसुफ को परमेश्वर ने वहां से निकाला ആ ദേശത്തിന്റെ ഒരു അധികാരിയായി മാറ്റി. और उस देश का प्रधानमंत्री करके बना दिया। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോ और जब प्रश्न हमारे जीवन में आते हैं പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോ और जब हम संघर्ष करते हुए समय വേദനയും ദുഃഖം നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ और जब बड़े दुख के साथ हम आगे बढ़ते हैं तब മനുഷ്യരീതിയിൽ നമ്മൾ ചിന്തിക്കും, കർത്താവേ നീ എന്നെ കൈവിട്ടു പോകും. कई बार हम ऐसे सोचते हैं कि परमेश्वर तूने मुझे छोड़ दिया। ഒരു കാര്യം അറിയണം, लेकिन एक बात ध्यान में रखिए ദൈവത്തിന്റെ ചില ഉദ്ദേശമുണ്ടാവും. कि परमेश्वर का कुछ उद्देश्य आपके जीवन में है ഏത് സമയത്ത് നിന്നെ ഉയർത്തണമെന്ന്. और किस समय तुझे बढ़ाना है। ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദൈവത്തിന് വേണ്ടി നിന്നു. शद्रक मेशक अबेदनगो जो परमेश्वर के लिए वो खड़े हो गए ദൈവം അവരെ കൈവിട്ടു എന്ന് പോലെ എല്ലാവരും വിചാരിച്ചു. और उन्होंने ऐसा सोचा कि परमेश्वर ने हमें छोड़ दिया അവർ തീയിൽ വീണു. और वो आग में झोंके गए। പക്ഷെ തീയിൽ അവർ മൂന്നുപേര് മാത്രമല്ല, लेकिन उस भट्टे में वो 3 लोग नहीं थे, നാലാമൻ അവിടെ ഇറങ്ങി വന്നു നമ്മൾ കാണുന്നു. चौथा स्वयं परमेश्वर वहां उतर आया। ഇന്ന് പകൽക്കാലം आज सुबह के समय നമുക്ക് വരുന്ന പ്രശ്നങ്ങളുടെ മധ്യ, हमारे और हमारे प्रश्नों के बीच നമ്മുടെ में, മധ്യ രോഗത്തിന്റെ മധ്യ हमारे रोग के बीच में കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ലോകത്ത് മാറ്റപ്പെട്ടു अगर കഴിഞ്ഞാൽ परमेश्वर हमारे बीच में नहीं होता तो कब हम इस दुनिया से उठा लिए जाते। ശത്രു എത്ര വലിയ പ്ലാൻ ഇട്ടാലും शत्रु जो शैतान कितना भी बड़ा प्लान क्यों न പ്ലാൻ करे, ജയിക്കത്തില്ല. वो उसके प्लान में सफल नहीं होगा। ശത്രുക്ക് മേശ അവിടെ തീരിട്ട് കരിക്കണം വിചാരിച്ചു. शद्रक मेशक और अबेदनगो को वो आग जो है जला न सकी ആ തീന്റെ ചൂട് അവരെ തട്ടാത്ത കൊണ്ടും ദൈവം അവിടെ ഇറങ്ങി വന്നു. और उन तीनों को वो जो आग की जो लो है वो टच भी नहीं करने पाए, इसलिए परमेश्वर वहां उतर आया। നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ മധ്യം आपके जीवन में जो प्रश्न आते हैं उसके बीच में കർത്താവേ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഞാൻ എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യണം ചിന്തിക്കണം. परमेश्वर इससे मैं कैसे छुटकारा पाऊं, ऐसे अपने आप को जांचे। ഏതെങ്കിലും വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്താൻ ഉണ്ടോ എന്ന് നമ്മൾ
ചിന്തിക്കണം. कि परमेश्वर किस किस जगह पे मेरे जीवन में जो चेंजेस आ रहा है वो परमेश्वर से पूछना है. വചന പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ जब हम वचन के प्रकार अपने आप को जांचते हैं കുറ്റം നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ और हमारे जीवन में अगर पाप नहीं है तो കർത്താവേ നിനക്ക് സ്തോത്രം, प्रभु आपको धन्यवाद. ഇത് ഞാൻ സഹിക്കും, നിനക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന ഒരു തീരുമാനമെടുക്കാം. मैं आपके लिए सहने के लिए तैयार हूँ. നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ अगर हम नए करार में देखते हैं तो സെക്കറിയ എലിസബത്ത് എന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. हम देखते हैं कि प्रभु का दास जो है जकरिया और एलिजाबेथ. അത് ഞാൻ വായിക്കുന്നില്ല. अभी हम पढ़ेंगे नहीं. ലൂക്കോസ് സുവിശേഷം 1 നമ്മൾ 5 6 7 നോക്കുമ്പോൾ കാണാം. हम देखते हैं कि लूका रचित सुसमाचार उसके पहले अध्याय में इसका जिक्र किया है. അവിടെ അവർ രണ്ടുപേരും വളരെ പ്രായം ചെന്ന കൂട്ടാണ് അവിടെ നമ്മൾ കാണാൻ കഴിയും. हम देखते हैं कि वो दोनों भी जो है वृद्धावस्था में पहुंच चुके थे. അവര് ദൈവദാസനും ദൈവദാസിയാണ്. और वो जो है एक प्रभु का दास और एक प्रभु की दासी है. പക്ഷെ അവർക്ക് എന്തില്ല? लेकिन उनके जीवन में क्या कमी है? കുഞ്ഞുങ്ങളില്ല. उनको संतान नहीं है. അവരെ കാണുന്ന കൂട്ടെല്ലാം और उनको जो भी देखते थे പല വിധത്തിലും പറഞ്ഞു കാണും. वो कई तरह की बातें बोलते थे ഓ ഇവര് നോക്ക് ദൈവദാസനമാണ്, പക്ഷെ അവർക്ക് മക്കളില്ല. कि देखो ये प्रभु के दास है, प्रभु की दासी है, लेकिन इनको संतान नहीं है. ഇവർക്ക് എന്തുകൊണ്ട് ഇല്ല? ഇതിന്റെ കാരണം എന്തായിരിക്കും? कि इनको संतान नहीं है, इसका क्या कारण हो सकता है? ഓ ഇവരുടെ പ്രവൃത്തിയുടെ ദോഷമാണ്. शायद इसके लिए जो चाल चलन में कोई गड़बड़ है അല്ലെങ്കിൽ ആൾമോസ്റ്റ് അല്ലേ അവന്റെ പ്രായം കഴിഞ്ഞു പോയി. और अभी उसकी जवानी जो है चली गई. ഇനി ഒരിക്കലും കുഞ്ഞ് ജനിക്കാനുള്ള അവകാശമില്ല. अभी वो बच्चा नहीं जन सकते, ऐसा कभी हो नहीं सकता. ജക്കറിയനോട് ദൂതം എന്ന് പറഞ്ഞപ്പോ പോലും और जब जकरिया को दूत ने आकर कहा तब उसके बाद भी ജക്കറിയ വിശ്വസിച്ചില്ല. जकरिया ने विश्वास नहीं किया. എന്താ കാരണം? उसका क्या कारण है? മനുഷ്യ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് അന്തമുണ്ടാവില്ല. कि अगर मनुष्य रीति से चिंता करेंगे तो अब उसका जो अंत नहीं है. മനുഷ്യന്റെ ആലോചന നമ്മൾ ആലോചിച്ചാൽ ഒരു വിധത്തിലും ഒരു പിടി നമുക്ക് കിട്ടത്തില്ല. अगर हम मनुष्य रूप से जो चिंता करेंगे तो उसका जो है पकड़ हमको नहीं मिलेगा. ദൈവത്തിന്റെ ഉദ്ദേശം ചിലത് കാണും. परमेश्वर का उद्देश्य क्या है? ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ अगर हम परमेश्वर के उद्देश्य के लिए जो है वेट करते हैं, കുറച്ച് സമയം നമ്മൾ ലജ്ജിക്കേണ്ടി വരും. कुछ समय हो सकता है कि हमें लज्जा से गुजरना കുറച്ച് पड़े. സമയം നമ്മൾ വേദനിക്കേണ്ടി വരും. suffer. हाँ, ऐसा हो सकता है कि कुछ समय हमें जो दर्द से गुजरना पड़े. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ പാടില്ല? कि ये क्यों आप परमेश्वर से पूछ नहीं सकते കർത്താവേ നീ തരുന്ന ഏതും ഞാൻ കുടിക്കാൻ റെഡിയാണ്. कि परमेश्वर आप जो कुछ कहने के लिए तैयार है, मैं करने के लिए तैयार हूँ. യേശു അങ്ങനെ പറഞ്ഞു. परमेश्वर ने, यीशु ने ऐसे इस प्रकार से कहा കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്ന ആ സന്ദർഭം വന്നു. कि हो सकता है तो ये जो कटोरा मुझसे हटा ले, ऐसा एक अवसर उनके जीवन में आ गया. നമുക്ക് ചിന്തിച്ചു നോക്കാം എന്തുമാത്രം ആ വേദന യേശു അനുഭവിച്ചു എന്നുള്ളത്. तो हम समझ सकते हैं कि वो किस प्रकार की जो है वेदना से, जो दर्द से गुजर रहे थे. യേശു ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നത്. यीशु जो है वो एक पूर्ण जो है मनुष्य के रूप से इस दुनिया में आया. ഇപ്പൊ നമ്മളിവിടെ ഈ ജക്കറിയയ്ക്കും എലിസബത്തിനും കുഞ്ഞുങ്ങളില്ലായ്മയുടെ കാരണം എന്താണെന്ന് നോക്കുമ്പോ अगर हम इस प्रकार से देखेंगे कि जकरिया और इलिशिबा को संतान क्यों नहीं है, ഒരു സമയം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നവര്. कि उनको एक समय निश्चित किया गया है. എന്താ കാരണം? उसका क्या कारण है? ഒരു യോഹാന് ഈ ലോകത്തിൽ വരണമെങ്കിൽ, अगर एक यूहन्ना को इस दुनिया में आना है तो ഈ യോഹാൻ എന്തിനാണ് ഈ ലോകത്തിൽ വരേണ്ട ആവശ്യമുള്ളത് സ്വർഗ്ഗത്തിൽ ദൈവത്തിന് അറിയാം. कि यूहन्ना का जो आने का जो है प्रकटीकरण वो क्या है, वो स्वर्ग में परमेश्वर को पता है. ഒരു യേശുവിനെ സ്നാനപ്പെടുത്താൻ ഒരു യോഹാനെ വേണം. कि एक यीशु मसीह को जो है बपतिस्मा देने के लिए वो एक यूहन्ना चाहिए. യോഹന്നാനും യേശുവിനും വെറും 6 മാസത്തെ വ്യത്യാസമുള്ളൂ. यूहन्ना और यीशु मसीह के बीच में हम देखते हैं केवल 6 महीने का जो है डिफरेंस അപ്പോൾ था. യേശുവിനെ സ്നാനപ്പെടുത്തുന്നത് ഒരു പരിശുദ്ധനായിരിക്കണം. तो और जो यीशु मसीह को जो बपतिस्मा देना है वो एक पवित्र होना है. ഈ ലോകത്തിലോട്ട് ഒരു യേശു വരണമെങ്കിൽ അതിനു മുമ്പായി യോഹന്നാനെ ഒരുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ. अगर यीशु मसीह को इस दुनिया में आना है तो उसके पहले यूहन्ना का आना जो है जरूरी है. യോഹന്നാൻ പറയുന്നു ഇതാ എന്റെ പുറകെ വരുന്നവന്റെ ആ ചെരുപ്പിന്റെ വാർ മുഴുവൻ യോഗ്യനല്ല എന്ന്. यूहन्ना इस प्रकार से कहता है कि उसकी जूती का जो बंद खोलने के योग्य भी मैं नहीं हूँ. കാരണം യേശു ആരാണെന്ന് യോഹന്നാൻ അറിയാം. क्योंकि यीशु मसीह कौन है वो यूहन्ना अच्छे से जानता है. അപ്പൊ യേശുവിനെ സ്നാനം
യോഹന്നാൻ വരണ്ട വന്നത്. तो आप देखते हैं कि यीशु मसीह को जो है बपतिस्मा देने के लिए यूहन्ना जो है उनके पहले आया था. യേശു ഈ ലോകത്തിൽ വന്നു. जब प्रभु यीशु मसीह इस दुनिया में आए, യേശു ഈ ലോകത്തിലെ കഷ്ടം അനുഭവിച്ചു. और परमेश्वर ने इस दुनिया में जो भी कष्ट है सब कुछ सहा. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു നമ്മളെ പോലെ തന്നെ കഷ്ടം അനുഭവിച്ചു. और हम वचन में देखते हैं कि उसने हमारे समान ही सारे दुखों को जो है उसको अनुभव किया. എന്തിനു വേണ്ടി? किस लिए? നമുക്കൊരു മാതിരി കാണിക്കാൻ, हमें एक नया रास्ता दिखाने के लिए. നമുക്ക് കാണാൻ കഴിയും യേശു ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്തു സംഭവിക്കും. और प्रभु यीशु मसीह ने अगर एक वचन कह दिया तो वहाँ कुछ भी हो सकता है. യേശുവിനെ തല്ലാൻ വന്നവരോടും കുത്താൻ വന്നവരോടും യേശുവിനെ അടിച്ചവരെയും യേശു ഒന്നും തന്നെ ചെയ്തില്ല. और जिस किसी ने यीशु मसीह के खिलाफ कार्य किया, जो भी उन्हें मारने आए, जो भी उन्हें मुसीबत में ये करे, उनको भी परमेश्वर ने कुछ नहीं. ഹെബ്രായരുടെ 2:15 വായിക്കാം. इब्रियों 2:15-16 आप पढ़ेंगे तो और जितने मृत्यु के भय के मारे जीवन भर दासत्व में फंसे थे उन्हें छुड़ा ले, क्योंकि वो तो स्वर्गदूतों को नहीं वरन अब्राहम के वंश को संभालता है. कि जब उसने परीक्षा की दशा में दुख उठाया तो वह उनकी भी सहायता कर सकता है. 16. क्योंकि वह तो स्वर्गदूतों को नहीं वरन अब्राहम के वंश को संभालता है. ദൈവദൂതന്മാരുടെ സ്വഭാവം അല്ലാണ്ട് മനുഷ്യരുടെ സ്വഭാവം യേശുവിനെ ധരിച്ചു എന്നാണ് നമ്മളോട് കാണുന്നത്. 16. 2:16. क्योंकि वह तो स्वर्गदूतों को नहीं वरन अब्राहम के वंश को संभालता है. ദൂതന്മാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതിയിലല്ല, ഒരു മനുഷ്യ രീതിയിൽ മനുഷ്യന്റെ ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. हम देखते हैं कि स्वर्गदूतों के जैसा नहीं, लेकिन जो मनुष्य के जैसा जो शरीर था वो प्रभु यीशु मसीह. നമ്മളെ അടിച്ച എങ്ങനെ വേദന എടുക്കും അതേപോലെ വേദന യേശു എന്നെ അനുഭവിച്ചു. हमको मारने से किस प्रकार दर्द जो होगा उसी प्रकार का जो है यीशु मसीह ने भी अपने शरीर में अनुभव किया. പലരും ചിന്തിക്കുന്നത് യേശു അല്ല ദൈവമായോണ്ട് ഈ അന്യ വേദന ഉണ്ടാവില്ല. तो हम में से कई लोग ऐसे सोचते रहेंगे कि प्रभु यीशु मसीह को जो है जो मारा गया उनको कुछ दर्द नहीं हुआ. യേശുവിനെ കയ്യിലും കാലിലും ആണി തറയ്ക്കുമ്പോൾ ആ ആണി കുത്തി കയറുമ്പോഴും നമ്മളെ പോലെ തന്നെ വേദന അനുഭവിച്ചവനാണ് യേശു. और जिस प्रकार उनको जो है हाथों और पांव में जो कीले ठोके गए हैं, उसी प्रकार का जो दर्द है वो यीशु मसीह ने सहा. ഈ വേദന അറിയാത്തവനല്ല യേശു. इस जो दर्द का जो है उसको अनुभव नहीं हुआ, ऐसा नहीं था. നിനക്ക് വരുന്ന സകല വേദനകളും യേശു അനുഭവിച്ചിട്ടുണ്ട്. लेकिन आपके लिए सारा दर्द जो है प्रभु यीशु मसीह ने अनुभव किया. ആ വേദന സഹിച്ചത് നിനക്കും എനിക്ക് വേണ്ടി മാത്രമാണ്. और प्रभु यीशु मसीह ने केवल आपके लिए और मेरे लिए उस दर्द को सहन कर लिया. യേശു മാത്രമല്ല, केवल यीशु मसीह मात्र नहीं, യേശു ഈ ലോകത്തിലെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. यीशु मसीह ने जब दुनिया में थे उन्होंने 12 चेलों को चुन लिया. യേശു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു സകല ലോകത്തും പോയി സർവ്വ സൃഷ്ടിക്കും സുവിശേഷം അറിയിക്കാൻ. और यीशु मसीह ने इस जगत में से जाने से पहले और उन्होंने कहा कि जाओ और सारी जाति को अपना जो चेला बनाओ. ഈ 12 ശിഷ്യന്മാരും ഒരു സാധാരണ മരണമല്ല അവർ അനുഭവിച്ചത്. और इन 12 चेलों के जीवन में कोई उनका जो मौत जो है वो कोई मतलब बड़े दर्दनाक मौत से मरे वो. വളരെ വേദനകരമായ മരണപ്പെട്ടതായി നമ്മൾ കാണുന്നു. और इन 12 चेलों के बारे में अगर जानकारी हम देखेंगे तो बड़े ही दर्दनाक मौत उनकी हुई. പിശാച് വിചാരിച്ചു और शैतान ने इस प्रकार से सोचा യേശുവിനെ കൊന്നു കഴിഞ്ഞാൽ സകലം തീരുമെന്ന്. कि यीशु मसीह को अगर मार दिया तो सब कुछ खत्म हो गया. യേശുവിന്റെ 12 ശിഷ്യന്മാരെ കൊന്നു കഴിഞ്ഞാൽ അന്യതോട് കാര്യം കഴിയുന്നു. ഈ 12 यीशु मार के लोग मार डाल दिया तो नाम खत्म हो गया. शैतान ने इस प्रकार सोचा कि अगर 12 चेलों को मार दिया गया तो सब खत्म हो जाएगा. നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വേണ്ടി അനേകർ പ്രയത്നിച്ചപ്പോ हम देखेंगे कि अगर मसीहों को खत्म करने के लिए कई लोगों ने इस प्रकार सोचा है तो എത്ര നശിപ്പിച്ചോ അത്രയും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കും. और जितना उन्होंने नाश किया उतना ही उनकी जो है अधिकारी बढ़ती गई. കാരണം ഈ വചനം ജീവനുള്ളതാണ്. क्योंकि ये जो वचन है वो जीवित है. ഇത് ഈ വചനം എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം തീ കത്തിക്കൊണ്ടിരിക്കും. ये वचन जहां पर भी है वहां पे एक आग लगती रहेगी. നിങ്ങൾ നോക്കിക്കോ, ഒരു സാധാരണ ചർച്ചിൽ പോയാൽ
अगर एक साधारण से रीति चर्च में गए तो അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. वहां पे कुछ क्या है कोई बात नहीं। ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ചർച്ചിൽ പോകുമ്പോൾ और यदि आप जो परमेश्वर के वचन के जो सिखाते हैं उस कलीसिया में जाएंगे, വചനപ്രകാരം ജീവിക്കുമ്പോൾ जो वचन के अनुसार चलेंगे तो കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വരും. और बड़े संकट जो है जो हमारे जीवन में आएंगे। എന്താണ് കാരണം അറിയോ? उसका क्या कारण है पता है? നീ ദൈവപൈതലായി ജീവിക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. क्योंकि आप परमेश्वर के पुत्र होकर जीवन बिताएंगे ये शैतान को बिल्कुल पसंद नहीं है। നീ സാത്താന്റെ ഉദ്ദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിന്നെ വലിയ പ്രയാസപ്പെടുത്തില്ല. जब आप शैतान की जो इच्छाओं को पूरी करते हैं उसके मन के अनुसार तो उसे कुछ फर्क नहीं पड़ता। നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ लेकिन जिस दिन तू परमेश्वर की इच्छा के अनुसार जीवन बिताने के लिए निश्चय लेगा, ശത്രു നിന്റെ മോൾ ഒന്നും വെച്ചുകൊണ്ടിരിക്കും. उस दिन शैतान तेरी ओर आंख लगाएगा। പക്ഷെ ഒന്ന് നീ വിശ്വസിക്കാം, लेकिन तू ये विश्वास कर सकता है മരണത്തെ ജയിച്ചവനാണ് നിന്റെ കൂടെ ഉള്ളത്. कि आपके साथ जो है उसने मृत्यु के ऊपर जय पाया है। മരണത്തിൽ തോറ്റവനല്ല. उसने मृत्यु के ऊपर जो है वो हारा नहीं है। യേശു പറഞ്ഞു, ഞാൻ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തുമെന്ന്. प्रभु यीशु मसीह मरा और तीसरे दिन जी उठा। മരണത്തിന് യേശുവിനെ ബന്ധിച്ചു വെക്കാൻ സാധിച്ചില്ല. और मृत्यु को यीशु मसीह को बांध नहीं पाया। ഇന്ന് വരുന്ന പ്രശ്നങ്ങൾ നിന്നെ ബന്ധിക്കാൻ സാധിക്കത്തില്ല. आज भी कोई प्रश्न जो है तुझे वो बांध नहीं सकता है। ഇന്ന് വരുന്ന രോഗങ്ങൾ നിന്നെ ബന്ധിക്കാൻ സാധിക്കത്തില്ല. कोई भी रोग तुझे बंधन में नहीं रख सकता। അത് ഏത് പ്രശ്നമായാലും और चाहे कुछ भी संकट तेरे ആ जीवन में हो, പ്രശ്നത്തിനോട് നീ പറയാ, യേശുവിന്റെ ശക്തിയുടെ മുമ്പിൽ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. वो जो संकट है वो परमेश्वर की उपस्थिति में ठहर नहीं सकता। ഈ വേദന ഞാൻ അനുഭവിക്കും. वो जो दर्द से वो गुजरता है, ഈ കഷ്ടം ഞാൻ അനുഭവിക്കും. ये जो कष्ट है उसको अनुभव करना എന്റെ है। യേശു എന്നെ വിടുവിക്കും. और परमेश्वर मुझे छुड़ाएगा। യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. परमेश्वर जीवित है इसलिए मैं भी जीवित നീ रहूंगा। ഒരിക്കലും നിരാശപ്പെടണ്ട. तू किसी प्रकार का निराश मत होना। ഇവിടുത്തെ ദൈവമല്ല. तुझे परमेश्वर नहीं छोड़ेगा। യേശു ജീവനുള്ളവനാണ്. परमेश्वर जीवित परमेश्वर है। അവൻ സഹിക്കുന്നതിനോട് കൂടുതൽ നിനക്ക് തരത്തില്ല. സഹിക്കുന്നതിനോട് കൂടുതലായിരിക്കും. वो सहन के बाहर नहीं गया। അവൻ നിന്നെ വിടുവിപ്പാൻ ഇന്ന് പകൽക്കാലം ഉണ്ട്. और परमेश्वर आज छुटकारा देने के लिए तेरे बीच में है। ഹൃദയത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. तू अपने पूर्ण मन से परमेश्वर को समर्पण कर ले। ഇന്ന് നീ ഇങ്ങനെ ജീവിക്കുന്നത് അവന്റെ കൃപയാണ്. आज तू जीवित है, परमेश्वर का अनुग्रह है। ശത്രു എങ്ങനെയുള്ള പ്ലാനറ്റ് കാണും. शैतान कई प्रकार के प्लान करेगा ഇവനെ നീ ജീവിക്കത്തില്ല എന്ന്. कि अब ये नाश हो जाएगा, ഓ, ഇവന്റെ പണി കഴിഞ്ഞു വിചാരിക്കും. अब इसका जो है काम खत्म। പക്ഷെ നീ ഒന്ന് ചിന്തിക്കാം, लेकिन तू कुछ मत सोच, നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെ ഉണ്ട്. आज तुझे छुड़ाने वाला परमेश्वर तेरे साथ है। പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം നിനക്കുണ്ട്. संकट के बीच में छुड़ाने वाला परमेश्वर तेरे साथ है। തീയിൽ വീണാലും അവിടെ ഇറങ്ങി വന്ന യേശു നിന്റെ കൂടെ ഉണ്ട്. यदि तू आग में भी डाला जाए तो वह उसके बीच में ही परमेश्वर छुड़ाने के लिए तेरे साथ है। എന്തെല്ലാം വന്നാലും, चाहे कुछ भी हो जाए, ഏത് കഷ്ടം വന്നാലും, चाहे कोई भी कष्ट आ जाए, എന്തെന്നായാലും चाहे कुछ भी हो जाए, ഞാൻ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. मैं परमेश्वर के लिए जीवन बिताऊंगा। പലരുടെ ജീവിതത്തിൽ പല ചിന്തകൾ കാണും. कई लोगों के जीवन में कई प्रकार के जो प्रश्न है എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് വിടുതലില്ല? कि मुझे क्यों इससे छुटकारा नहीं प्राप्त होता। ഞങ്ങളുടെ ജീവിതത്തില് हमारे जीवन में 3 വർഷം 11 ദിവസം ഞങ്ങൾ സഫറായി. 3 years 11 days we suffered with my son. जो है 3 वर्ष और 11 दिन और अपने बच्चे के लिए उन्होंने जो है संघर्ष किया। പലരും പലതും പറഞ്ഞു. ഞങ്ങള് कई बार कई लोगों ने कई प्रकार से कुछ कहा ഞങ്ങളുടെ കുറവുകളാന്ന് പറഞ്ഞു. और हमारी कमियों को लेकर उन्होंने कहा ദൈവസന്നിധിയിൽ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. कि ये परमेश्वर के चरणों में इनका चाल चलन ठीक नहीं है, ऐसा कहा പെന്തിക്കോസ്തുകാരുടെ വീട്ടിലെ പിശാച് എങ്ങനെ കിടന്നുകൊണ്ട് ചാടുന്നു പറഞ്ഞു. कि पेंतेकोस्त के जो लोग हैं उनके घर में शैतान किस प्रकार से ये करता है। ആര് എന്ത് പറഞ്ഞാലും चाहे कोई कुछ भी कहे ഞങ്ങളൊന്ന് വിശ്വസിച്ചു. और ഞങ്ങളൊന്ന് വിശ്വസിച്ചു. We believed that. हमने ऐसा विश्वास किया ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. कि हमारा जो परमेश्वर है वो जीवित परमेश्वर है। ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് വിടുവിപ്പാൻ ശക്തനാണ്. हमारा परमेश्वर हमारे जो छुटकारे के लिए वो है सर्वशक्तिमान है। ആ ഒരു 3 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് और जो 3 साल का जो उनका अनुभव था, ഇന്ന് അനേക ആയിരം കുടുംബങ്ങളെ വിടുവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ദൈവം കൃപ തന്നു. आज कई हजारों को छुड़ाने के लिए परमेश्वर हमारी सहायता करता है। അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇല്ലാതെങ്കിൽ अगर ऐसा अनुभव से नहीं जाते तो ഈ രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയില്ലായിരുന്നു. आज ऐसे सुसमाचार सुनाने का अनुभव नहीं मिलता। പലവിധ പ്രശ്നത്തിലുള്ള അനേക കുടുംബങ്ങൾക്ക് വേണ്ടി
और कई प्रकार के लोग जो किसी प्रकार के संकट में ऐसे कई परिवारों को ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശമില്ല, ഞങ്ങൾ വിഷം കഴിച്ച് ചാകാൻ പോകുന്ന ആ ഫാമിലിക്ക് വേണ്ടി ऐसे कई परिवार हैं जिन्होंने सोचा कि हम ये जहर खा के मर जाएंगे, नाश हो जाएंगे, ऐसे परिवारों की വിടുവിക്കാനുള്ള കൃപ ദൈവം തന്നു. और परमेश्वर ने उनको ऐसा अनुग्रह दिया. ചില കഷ്ടങ്ങൾ കൂടെ നിന്നെ കൊണ്ടേയില്ലെങ്കിൽ ചില കഷ്ടങ്ങൾ കൂടെ നിന്നെ കൊണ്ടേയില്ലെങ്കിൽ कुछ कष्टों के द्वारा नहीं लेके गया तो कुछ कष्टों के द्वारा नहीं लेके गया तो നിനക്ക് വേണ്ടവണ്ണം നിൽക്കാൻ കഴിയില്ല ദിവസങ്ങളിൽ. तो हम परमेश्वर के जो इच्छा के तरफ नहीं खड़े हो. परमेश्वर की इच्छा के अनुसार खड़े नहीं रह सकते. ഒരു നല്ലൊരു ബ്ലാക്ക് കമാൻഡോ ആവണമെങ്കിൽ अगर एक अच्छा ब्लैक कमांडो होना है तो ഒരു പോലീസ് ട്രെയിനിങ് പോരാ. एक पुलिस जो ट्रेनिंग है वो केवल वही आवश्यक नहीं है. ഒരു ആർമിയിലെ ട്രെയിനിങ് പോരാ. एक आर्मी का जो ट्रेनिंग है केवल वही नहीं, അതിന് വേണ്ട ട്രെയിനിങ് അത് വേറെയുള്ള ട്രെയിനിങ് ആ. जो ब्लैक कमांडो का जो ट्रेनिंग है वो एक अलग ट्रेनिंग है. കമാൻഡ് വേറെ, ബ്ലാക്ക് കമാൻഡ് വേറെ. और कमांडो अलग है, वो ब्लैक कमांडो अलग है. കമാൻഡിന്റെ ട്രെയിനിങ് അല്ല ബ്ലാക്ക് കമാൻഡ് ഒക്കെ. और जो कमांडो का ट्रेनिंग है वही ब्लैक कमांडो को नहीं है. ഒരു ബ്ലാക്ക് കമാൻഡ് ഉണ്ടെങ്കിൽ അവൻ ഒരു 3 നില 4 നില ഒന്നുമില്ല അവൻ കേറും. चार मंजिल चढ़ जाता है. एक जो ब्लैक कमांडो वो 4 मंजिल चढ़ जाता है, അത് എങ്ങനെ കേറും നമുക്കറിയില്ല. लेकिन वो कैसे चढ़ता है वो हम नहीं അതിനുള്ള जानते. അവന്റെ പ്രാക്ടീസ്, उसका जो प्रैक्टिस है ആ പ്രാക്ടീസ് വേണമെങ്കിൽ അവന്റെ ശരീരത്തെ അവൻ നന്നായിട്ട് അവൻ എന്ത് ചെയ്യണം, സഫർ ആവണം. और उसको ऐसा प्रैक्टिस करना है तो उसे अच्छे से एक्सरसाइज करना है. ഈ നാവിയിൽ പോണ കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നാവി ജോബ് नेवी, जो नेवी में जो छात्र जो जाते हैं उनके बारे में हम देखते हैं. ആ ട്രെയിനിങ്ങിൽ അവരെ വെള്ളത്തിലിടുന്നു. वो जो ट्रेनिंग के समय उनको जो है पानी में डालते हैं അവരെ ഒന്നുകൂടി താഴോട്ട് മുക്കുന്നത്ര. और हम देखते हैं कि वो जो है पानी के अंदर जाते हैं. കാരണം അങ്ങനെയുള്ള ട്രെയിനിങ് അവർ ജയിച്ചെങ്കിൽ മാത്രമേ നാളെ അവർ വേറെ യുദ്ധത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. क्योंकि हम देखते हैं कि अगर जब तक ट्रेनिंग में वो लोग सफल नहीं होते हैं तभी वो आगे युद्ध में जा सकते हैं. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ബോക്സർ കരാട്ട നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. हमने देखा है ये बॉक्सर जो कराटे मास्टर है, इन लोग को देखा है. ഒരു നല്ല കരാട്ട പഠിച്ച് അവന് ഒരു ബ്ലാക്ക് ബെൽറ്റ് സമ്പാദിക്കണമെങ്കിൽ अगर एक अच्छा जो कराटे पढ़कर जो है उसमें ब्लैक बेल्ट बनना है അവന്റെ ശരീരത്തിൽ അതുപോലെ എക്സസൈസ് ചെയ്യണം. तो उसको उसके शरीर में उसी प्रकार से जो है संघर्ष करना है, एक्सरसाइज करना അതുപോലെ है. അവൻ കഷ്ടം അവന് അനുഭവിക്കണം. तो उस प्रकार से उस कष्टों में उसको गुजरना होगा. ഒരു ബ്ലാക്ക് ബെൽറ്റ് നമ്മൾ പോയിട്ട് 2 ഇടിച്ചാൽ നമുക്ക് നിന്ന് തരും. अगर एक ब्लैक बेल्ट को जाके अगर 2 मारेंगे तो वो क्या है वैसे ही खड़ा रहेगा. ഈ ഒരു 10 അടിച്ചാൽ ഒന്നും ചെയ്യില്ല അവൻ. अगर हम 10 भी मारेंगे तो वो कुछ नहीं करेगा. അവൻ ഒന്ന് ഇടിച്ചാൽ ഇനി ഒരു പൊളിക്കണ്ട. लेकिन अगर उसने 1 दे दिया तो किसी कोने में അതിന്റെ पड़ेगा. കാരണം എന്താ? उसका कारण क्या है? അവന്റെ ശരീരത്തിൽ അതുപോലെ അവൻ അതിനെ യോഗ്യനാക്കി. उसका कारण यह है कि उसने अपने शरीर को उस प्रकार से जो है संघर्ष किया. ഇന്ന് പകൽക്കാലം आज सुबह के समय ഒരു ആത്മീയ യുദ്ധം ചെയ്യണമെങ്കിൽ अगर एक आत्मिक युद्ध करना है ഈ तो ശരീര യുദ്ധമല്ല. ये शारीरिक युद्ध नहीं है. ഈ പോരാടുന്നത് മനുഷ്യനോടല്ല. हम जो लड़ते हैं वो मनुष्य के साथ नहीं. പോരാടുന്നത് നമുക്ക് കാണാത്ത അന്ധകാര ശക്തിയോടാണ്. ये जो है ये आकाश की अंधकार की ताकतों से है. ഇപ്പൊ ഞാൻ എബി അങ്ങനെ തല്ലാൻ പോയാലും अगर मैं प्रभु के दास को ऐसे अगर धकेलना അല്ലെങ്കിൽ എന്നെ എബി എന്നെ തല്ലാൻ വന്നാലും यदि प्रभु के दास उनको अगर धकेलना चाहते हैं तो ഒന്നില്ലെങ്കിൽ ഓടും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും. या तो मैं भाग जाऊंगा या तो वहां फाइट करूंगा. നമുക്ക് കാണാൻ പറ്റും. हम दोनों एक दूसरे को देख सकते हैं, നമ്മുടെ മറ്റുള്ള യുദ്ധത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. लेकिन हमारा जो युद्ध है उसको हम देख नहीं सकते. അവന് ശരീരമോ മാംസമോ ഇല്ല. उसको शरीर और मांस नहीं है. അവൻ ദുരാത്മാവാണ്. वो एक दुरात्मा है. അവനോട് പോരാടണമെങ്കിൽ अगर उससे लड़ना है ആത്മീയമായ ശക്തി പ്രാപിക്കണം. तो आत्मिक शक्तियां हमारे जीवन में चाहिए. ആത്മീയ ശക്തി വന്നെങ്കിൽ നമ്മൾ ചിലതെല്ലാം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. और यदि आत्मिक शक्तियां चाहिए तो हमें कुछ अनुभव से गुजरना होगा. ഒരു വാക്ക് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോണ്. और एक वचन कह के मैं बंद करना चाहता അപ്പോസ്തലനായ പൗലോസ് हूं. और जो प्रेरित पौलुस था, 2 കൊരിന്ത്യർ 11:22 വായിക്കുമ്പോൾ കാണാം. हम दूसरा कुरिन्थियों 11:20 अगर पढ़ते हैं उसमें इस प्रकार से लिखा है. ഇപ്പോഴും വായിക്കേണ്ട ആവശ്യമില്ല. अभी पढ़ने की जरूरत नहीं है, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്ക്. आप घर जाके पढ़ सकते हैं. 2 കൊരിന്ത്യർ 2 Corinthians 11:21 onwards. 21 से അവിടെ ക്ലിയർ ആയി അപ്പോസ്തലനായ പൗലോസ് ഏതെല്ലാം രീതിയിൽ കഷ്ടം അനുഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. उस पर हम देखते हैं कि प्रेरित पौलुस ने किस प्रकार से अपने जीवन में कष्टों का अनुभव किया. അവൻ തിന്നാനില്ലാണ്ട് ദൈവവേലയ്ക്ക് വന്നല്ല.
वो जो है अपने जो खाने के लिए वो सुसमाचार में नहीं आया, ഒരു ജോലിക്ക് വേണ്ടി വന്നതല്ല, एक काम के लिए जो सुसमाचार में नहीं आया, എന്തെങ്കിലും വല്ല ഈ ലോക നന്മ കിട്ടുന്നത് വന്നതല്ല. इस जो दुनिया की जो है क्या है वो अनुग्रह जो पाने के लिए नहीं, അവൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, वो एक वेल एजुकेटेड था അവൻ നല്ല ജാതിയിൽ നിന്ന് വന്നതാണ്, और वो एक अच्छे जाति से बिलोंग करता ധനസമ്പന്നനാണ്. और धन संपत्ति बहुत से थी उसके पास। പക്ഷേ ദൈവത്തിന്റെ ആ ദർശനം കണ്ടതിന് ശേഷം लेकिन परमेश्वर के उस दर्शन को देखने के बाद ഈ ലോകത്തിന്റെ സകലതും ചപ്പും ചവറായി എണ്ണി, और इस दुनिया के सब कुछ उसने कूड़ा समझ लिया, ഈ ലോകത്തിന്റെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. और जो बातें उसके लाभ की थी उसको उसने हानि समझ लिया, ഈ ലോകത്തിൽ അനേക കഷ്ടം അനുഭവിച്ചു. और इस संसार में उसने कई कष्टों का अनुभव किया। സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി അടി കൊണ്ടുന്നു, सुसमाचार के लिए उसने कई बार कोड़े खाए, ആ കല്ലേറ് കൊണ്ടു, और गुफाओं में पत्थरवाह किया गया, ആ വിശന്നും ആഹാരമില്ലാണ്ടിരുന്നു, कई बार वो निराहार रहा, തുണിയില്ലാണ്ടിരുന്നു. और बिना कपड़ों के वस्त्रहीन रहा। ആർക്ക് വേണ്ടി? किसके लिए? യേശുവിന്റെ സ്നേഹം കണ്ടപ്പോ केवल जब उसने परमेश्वर के प्रेम को अनुभव किया, കോടികളുടെ സ്വത്തെല്ലാം ചപ്പും ചവറായി എണ്ണി. तब उसने उसकी जो सारी संपत्ति को उसने क्या है कूड़ा समझ लिया। ഇന്ന് പകൽക്കാലം आज सुबह के समय അവന്റെ ആ ആത്മീയ കണ്ണുകൾ നിനക്ക് തുറക്കാൻ കഴിഞ്ഞാൽ, और उसकी आत्मिक आंखों को खोल दिया, ഈ ലോകത്തിൽ വന്ന കഷ്ടമോ ദുഃഖമോ പ്രയാസമോ വേദനയോ രോഗമോ ഒന്നും അല്ലാതെ നീ തീരുമാനം എടുത്താൽ, इस दुनिया में जो भी संकट है, जो भी परिस्थिति है, जो भी जिसमें से हम संघर्ष कर रहे हैं, वो सब कुछ नहीं है ऐसे अगर हम सोचेंगे तो നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ട്, परमेश्वर हमारे जीवन में एक छुटकारा दे। നിത്യ ജീവനുണ്ട്. आज एक नित्य जीवन है, പൗലോസ് ലാസ്റ്റ് പറഞ്ഞ ഒരു വാക്കുണ്ട്, और पौलुस कहता हुआ एक ऐसा वचन है ഞാൻ നല്ല പോരാട്ടം പോരാടി, कि मैंने अपनी अच्छी कुश्ती लड़ ली, വിശ്വാസം കാത്തു, और मैंने विश्वास की अच्छी रखवाली करी। നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. अब परमेश्वर ने की जो है मुकुट मेरे लिए रखा है, നമ്മുടെ എല്ലാവരുടെ ആശ അതായിരിക്കണം. और हमारी आशा उस मुकुट पाने की ओर होगी। ഈ ലോകത്തിൽ എത്ര സമ്പാദിച്ചു എന്നല്ല, इस संसार में हमने कितना धन संपत्ति बटोर लिया ഈ वो नहीं, ലോകത്തിൽ എത്ര പേര് കിട്ടിയാണോ ഒന്നല്ല, इस दुनिया में हम कितने जो है फेमस हो गए वो नहीं, യേശുവിനെ സന്തോഷിപ്പാൻ കഴിയുമോ? केवल ये क्या तू यीशु मसीह को जो है खुशी दे सकता है? യേശുവിടെ ഒപ്പം ഇരിക്കാൻ വേണ്ടി നിനക്ക് കഴിയുമോ? क्या तू प्रभु यीशु मसीह के साथ बैठ सकता है? അങ്ങനെയുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ? അങ്ങനെയുള്ള മനസ്സ് നിനക്കുണ്ടോ? क्या ऐसा बल तुझे है? ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. परमेश्वर तुझे छुड़ाने के लिए सामर्थ्य है। നിനക്ക് വന്ന പ്രശ്നം നീ നോക്കണ്ട, जो तेरे जीवन में जो संकट है उसको देख पर പ്രശ്നത്തിന്റെ മുകളിൽ നിന്ന് നീ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമ്പോ, तू परमेश्वर के चरणों में रहकर परमेश्वर को धन्यवाद दे। ചിലത് അനുഭവിക്കുമ്പോ, और जब तू कुछ अनुभव करेगा, കഷ്ടവും ദുഃഖവും വേദന അനുഭവിക്കുമ്പോ, जब तू संकट और दुख का अनुभव करेगा, യേശുവേ എന്തുകൊണ്ട് എനിക്ക് തന്നു എന്നല്ല, प्रभु यीशु ने क्यों मुझे अनुभव कराया ऐसा ഈ नहीं, സ്ഥിതിക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. लेकिन इस संकट में भी मैं इस परिस्थिति में प्रभु को धन्यवाद देता हूँ। ഇയ്യോബിന്റെ ജീവിതത്തിൽ अय्यूब के जीवन में സകലതും പോയി. सब कुछ चला गया, ഓ ഒന്ന് ചിന്തിച്ചു നോക്ക്, തന്റെ മക്കളെ മരിച്ചുപോയി, और उसके जो बच्चे भी मर गए, എല്ലാ സകല ആസ്തി സമ്പന്നതും പോയി. सब कुछ उसका आशीष संपत्ति सब चला गया। എന്തിനു വേണ്ടി അവൻ ജീവിക്കണം എന്ന് അവൻ ചിന്തിക്കണം. वो ऐसा सोच सकता था कि अब मैं क्यों जीऊं, അങ്ങനെ ചിന്തിച്ചില്ല. लेकिन ऐसा उसने सोचा അവന്റെ नहीं। ഭാര്യ മൂലം അവനെ ഉപേക്ഷിച്ചു. उसने अपने पत्नी को भी अलग कर दिया, നിന്റെ വിശ്വാസം വിട്ടളയാൻ പറഞ്ഞു. और उसने कहा तेरा विश्वास तेरे साथ ही रहे। അയ്യോ പറഞ്ഞു, अय्यूब ने इस प्रकार നീ कहा ഒരു പൊട്ടിയ कि സംസാരിക്കണ്ട. तो एक मूर्ख स्त्री की जैसे बात मत कर, നമുക്ക് നന്മ അനുഭവിക്കാമെങ്കിൽ തിന്മ അനുഭവിക്കാൻ നമ്മൾ യോഗ്യരല്ല. कि क्या हम जो जो जिन्होंने सुख लिया क्या उसके हाथ से दुख न ले। യോബ് പാപം ചെയ്തില്ല. अय्यूब ने फिर भी पाप नहीं किया। യോബിന്റെ ദേഹം മുഴുവൻ എവിടെ ഒരു പഴുത് പോലും ഇല്ല. अय्यूब के शरीर में हम देखते हैं कि कुछ उसके full of boils. हाँ उसका सब रोग से पीड़ित हो गया, എങ്കിലും യോബ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. फिर भी अय्यूब ने एक बात भी नहीं कहा। പ്രശ്നങ്ങൾ വരാം, कई संकट आ सकते हैं, പ്രയാസങ്ങൾ വരാം, कई जीवन में संघर्ष आ सकते हैं, രോഗങ്ങൾ വരാം, कई बीमारी आ सकती है, ലോകത്തിന്റെ കഷ്ടം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. और इस दुनिया में जो है कष्ट है, കഷ്ടമില്ലാന്ന് പറഞ്ഞിട്ടില്ല. और कष्ट नहीं है ऐसा कुछ नहीं है। നിനക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ, നല്ലൊരു ഫ്യൂച്ചർ വേണമെങ്കിൽ, अगर आपको एक अच्छा भविष्य चाहिए നീ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. तो आपको इस संकट से गुजरना ही होगा। നിനക്ക് ദൈവരാജ്യം വേണമെങ്കിൽ, यदि आपको परमेश्वर का जो जीवन ഈ चाहिए ലോകത്തിന്റെ സുഖം നീ നോക്കണ്ട. तो इस संसार का जो है सुख को मत देख, നിനക്കൊരു നിത്യജീവനുണ്ട്. कि तेरे लिए एक जो अनंत काल का जीवन ആ है, നിത്യജീവനത്തിന് വേണ്ടി നമ്മൾ ഓടണം. उस अनंत काल के जीवन के लिए दौड़। ഈ മക്കളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം.
इन वचनों के द्वारा परमेश्वर आप सबको आशीष दे और आप सब लोग भी प्रभु के दास के लिए प्रार्थना करिए।